വെൽക്കം ടു ദ ചാപ്റ്റർ 4. ഈ ചാപ്റ്ററിൽ നമുക്ക് ഒരു ഫ്രീ ടയർ AWS അക്കൗണ്ട് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യാം. അല്ലേ? അപ്പം നമ്മൾ AWS അക്കൗണ്ട് എന്ന് ക്രിയേറ്റ് ചെയ്യാൻ പോകുമ്പം നമ്മളൊരു ഫേസ്ബുക്ക് അക്കൗണ്ട് പോലെയോ അല്ലെങ്കിൽ അതുപോലുള്ള ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ട് പോലെയൊക്കെയോ അത്ര ഈസി ആയിട്ടോ യൂസ് ചെയ്യേണ്ട ഒന്നല്ല. നമ്മൾ കുറച്ചും കൂടെ കെയർഫുൾ ആയിട്ട് ഉപയോഗിക്കേണ്ട ഒരു കാര്യമാണ്. അത് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നോർമലി AWS അക്കൗണ്ടുകളൊക്കെ ഒരു കമ്പനി ആയിരിക്കും ഓൺ ചെയ്യുന്നത്. അപ്പോൾ ഈ കമ്പനിയുടെ വാല്യുബിൾ ആയിട്ടുള്ള അസറ്റ്സ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് അസറ്റ്സ് ആയിരിക്കും ഈ അക്കൗണ്ടിൻ്റെ അകത്ത് ഉണ്ടാവുക. ഓക്കെ. അപ്പം നമ്മളത് വളരെ കെയർലെസ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ആ പറഞ്ഞിരിക്കുന്ന അസറ്റ്സിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, അത് ആ കമ്പനിയുടെ ബിസിനസ്സിനെ ഇമ്പാക്റ്റ് ചെയ്യുകയും അതൊരു കോടികളുടെ അല്ലെങ്കിൽ കോടികളുടെ തന്നെ വാല്യൂ ഉള്ള കാര്യങ്ങളായിരിക്കും ഈ പറഞ്ഞിരിക്കുന്ന AWS അക്കൗണ്ടിൽ ഉണ്ടാവുക. അപ്പോൾ നമ്മളത് കുറച്ചും കൂടെ കെയർഫുൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യേണ്ട കാര്യമുണ്ട്. ഓക്കെ. നമ്മുടെ സെയിം ആസ് ബാങ്ക് അക്കൗണ്ട് എന്നൊക്കെ പറയുന്നത് കുറച്ച് എക്സാഗറേറ്റഡ് ആയിരിക്കും. പക്ഷെങ്കിൽ നമ്മൾ വളരെ കെയർലെസ് ആയിട്ട് യൂസ് ചെയ്യരുത്. നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് തന്നെ യൂസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് AWS അക്കൗണ്ട്. അത് ഞാൻ ആദ്യം തന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമായിട്ട് പറഞ്ഞു വെച്ചെന്നേ ഉള്ളൂ. ഓക്കെ. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ഒരു നോർമൽ നമ്മളൊരു സോഷ്യൽ മീഡിയ അക്കൗണ്ടൊക്കെ ആണെങ്കിൽ യൂസ് ചെയ്യുന്നതെങ്കിൽ, നമ്മളൊരു ഇൻഡിവിജ്വൽ ഉണ്ടാവും, നമുക്കൊരു ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടാവും. നമ്മളുടെ ഒരു ക്രെഡൻഷ്യൽ വെച്ചിട്ട് നമ്മൾ ആ അക്കൗണ്ടിൽ കയറുന്നു. എന്നിട്ടായിരിക്കും നമ്മൾ ആ പറഞ്ഞിരിക്കുന്ന അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത്, അല്ലേ? പക്ഷെങ്കിൽ AWSൻ്റെ കേസിൽ കുറച്ചും കൂടെ ഡിഫറെൻ്റ് ആണ്. നോർമലി AWS അക്കൗണ്ട് ഇരിക്കുന്നത് ഒരു ഓർഗനൈസേഷൻ ആയിരിക്കും. അത് ഇൻഡിവിജ്വൽസിനും ഉണ്ടാവാം, ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാം. പക്ഷേ നോർമലി അതൊരു ഓർഗനൈസേഷൻ ആയിരിക്കും അത് ഓൺ ചെയ്യുന്നത്. അപ്പം ഈ ഓർഗനൈസേഷൻ്റെ അകത്ത് ഈ പറഞ്ഞിരിക്കുന്ന പല എംപ്ലോയീസും ഈ പറഞ്ഞിരിക്കുന്ന സിംഗിൾ AWS അക്കൗണ്ടിലായിരിക്കും വർക്ക് ചെയ്യുന്നത്, അല്ലേ? നമ്മളിപ്പം ഒരു എംപ്ലോയിനെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല ഒരു കാര്യങ്ങൾ. അപ്പം നമ്മൾ പല എംപ്ലോയീസ് ആയിരിക്കും ഈ പറഞ്ഞിരിക്കുന്ന ഓർഗനൈസേഷൻ്റെ AWS റിലേറ്റഡ് ആയിട്ടുള്ള ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്, അല്ലേ? അപ്പം നമ്മൾ ഈ എല്ലാ എംപ്ലോയീസിനെയും നമ്മൾ ഈ AWS അക്കൗണ്ടിൽ ഒരു സിംഗിൾ ക്രെഡൻഷ്യൽ വെച്ചിട്ടാണ് ഹാൻഡിൽ ചെയ്യാൻ പോകുന്നതെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടായിരിക്കും, അല്ലേ? നമ്മളിപ്പം ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ എംപ്ലോയീസും, ചില എംപ്ലോയീസ് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിരിക്കും, ചിലത് എക്സ്പീരിയൻസ്ഡ് അല്ലാത്ത എംപ്ലോയീസും ഉണ്ടാവും. അപ്പം ചില എക്സ്പെർട്ടൈസ് കുറഞ്ഞ എംപ്ലോയീസ് ഉണ്ടാവും. അങ്ങനെയുള്ള എല്ലാവരും ഈ പറഞ്ഞിരിക്കുന്ന അക്കൗണ്ട് സെയിം ക്രെഡൻഷ്യലൊക്കെ വെച്ചിട്ട് യൂസ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തിരിക്കുന്ന കാര്യങ്ങൾ മെസ്ഡ് അപ്പ് ആയി പോകാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്, അല്ലേ? ആക്സിഡൻ്റലി തന്നെ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മാറ്റാനോ അങ്ങനെയുള്ള പോസിബിലിറ്റിയൊക്കെ വന്നു കഴിഞ്ഞാൽ അത് അതിൻ്റെ AWS അക്കൗണ്ട് യൂസ് ചെയ്യുന്ന ഓർഗനൈസേഷന് തന്നെ പല പ്രശ്നങ്ങളും ഉണ്ടാക്കും. അവരുടെ കാര്യങ്ങളും ബ്രേക്കായി പോവുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സംഭവിക്കും, അല്ലേ? അപ്പം ഈ പറഞ്ഞിരിക്കുന്ന AWS അക്കൗണ്ടിൻ്റെ ആക്സസ് ചെയ്യേണ്ട എംപ്ലോയീസിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളത് AWSന് വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. അപ്പം അത് എങ്ങനെയാണ് AWSൻ്റെ അകത്ത് ചെയ്യാൻ പോകുന്നത് എന്നൊന്ന് നമുക്കൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. എങ്ങനെയാണ് യൂസേഴ്സിനെ AWSൻ്റെ അകത്ത് മാനേജ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യം. ഓക്കെ. നമ്മളൊരു AWS അക്കൗണ്ട് ഇവിടെയുണ്ട്. അപ്പോൾ നമുക്ക് AWSൻ്റെ അകത്ത് യൂസേഴ്സിനെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നതെന്ന് നമുക്ക് കുറച്ചും കൂടെ റിലേറ്റബിൾ ചെയ്യാൻ പറ്റുന്ന നമ്മളുടെ ഒരു റിയൽ ലൈഫിലിരിക്കുന്ന ഒരു സാധനം, ഒരു കാര്യം വെച്ചിട്ട് നമുക്കൊന്ന് ഡിറൈവ് ചെയ്തെടുക്കാൻ നോക്കാം. അപ്പോൾ നമ്മളുടെ ഒരു AWS അക്കൗണ്ട് ഉണ്ട്. നമ്മളതൊരു സിമിലർ ഒരു കമ്പനി ആയിട്ട് അതിൻ്റെ എംപ്ലോയീസിനെ എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ളതിനെ വെച്ചിട്ടൊന്ന് നമുക്കൊന്ന് ഡിറൈവ് ചെയ്തെടുക്കാൻ നോക്കാം, അല്ലേ? അപ്പോൾ ഒരു കമ്പനിയിൽ എങ്ങനെയുള്ള എംപ്ലോയീസ് ഉണ്ടാവും? ഓണർ ഉണ്ടാവും, എംപ്ലോയീസും ഉണ്ടാവും. നോർമലി ഇതൊരു സിംഗിൾ ഓണർ ഇരിക്കുന്ന ഒരു കമ്പനിയാണെന്ന് വിചാരിക്കാം, അല്ലേ? അപ്പം ഓണർക്കാണ് ചില സ്പെഷ്യൽ പെർമിഷൻസും അധികാരങ്ങളും ഒക്കെ ഉള്ളത്. ഈ ഓണർക്ക് മാത്രമേ ഈ കമ്പനീനെ വിറ്റ് കളയുക അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുന്നത് ഓണർക്ക് മാത്രമാണ്, അല്ലേ? അതേപോലെ തന്നെ AWS അക്കൗണ്ടിൻ്റെ കേസിലും നമുക്ക് 2 കൈൻഡ് ഓഫ് യൂസേഴ്സ് ഉണ്ട്. ഇവിടെ ഓണറും എംപ്ലോയീസും ഉള്ളതുപോലെ എല്ലാ AWS അക്കൗണ്ടിലും നമുക്ക് 2 കൈൻഡ് ഓഫ് യൂസേഴ്സ് ഉണ്ട്. ഒന്നാമത്തെ യൂസറിനെ നമ്മൾ റൂട്ട് യൂസർ എന്ന് പറയുന്നു. നമ്മളൊരു കമ്പനിയിൽ ഓണറെ പോലെ തന്നെയാണ് AWS അക്കൗണ്ടിൻ്റെ കേസിൽ റൂട്ട് യൂസർ എന്ന് പറയുന്നത്. ഈ റൂട്ട് യൂസർ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ യൂസറാണ്. ഈ യൂസർക്ക് കുറച്ച് സ്പെഷ്യൽ ആയിട്ടിരിക്കുന്ന പെർമിഷൻസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഈ AWS അക്കൗണ്ട് ഡിലീറ്റ് ചെയ്ത് കളയുക അങ്ങനെയുള്ള പെർമിഷൻസ് ഈ റൂട്ട് യൂസർക്ക് മാത്രമേ ഉള്ളൂ. ഒരു AWS അക്കൗണ്ടിൻ്റെ കേസിൽ ഒരു റൂട്ട് യൂസർ മാത്രമേ
നോർമലി ഉണ്ടായിരിക്കുകയുള്ളൂ. ഇവിടെ ഓണർ പോലെ തന്നെയാണ് AWSൻ്റെ അക്കൗണ്ടിൻ്റെ കേസിൽ റൂട്ട് യൂസേഴ്സ് എന്ന് പറയുന്നത്. ഇവിടെ എംപ്ലോയീസ് ഉള്ളത് പോലെയാണ് AWS അക്കൗണ്ടിൻ്റെ കേസിൽ നമുക്ക് IAM യൂസേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇത് വരുന്നത്, യൂസേഴ്സ് വരുന്നത്. ഒരു സ്പെസിഫിക് കൈൻഡ് ഓഫ് യൂസേഴ്സ് ആണ്. ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേം നമ്മൾ പരിചയപ്പെടുകയാണ്. IAM എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റി ആൻഡ് ആക്സസ് മാനേജ്മെൻറ്റ് എന്നാണ് അതിൻ്റെ പേര്. അത് AWSൻ്റെ അകത്തിരിക്കുന്ന ഒരു സർവീസാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സർവീസാണ്. അത് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പഠിക്കേണ്ട കാര്യമുണ്ട്. നമുക്ക് 2 ചാപ്റ്ററുകൾക്ക് അപ്പുറം IAS എങ്ങനെയാണ് AWSൻ്റെ അകത്ത് ഹാൻഡിൽ ചെയ്യുന്നത് എന്നുള്ളതൊന്ന് പഠിക്കാം. ഇപ്പോൾ തൽക്കാലം 2 യൂസേഴ്സ് ഉണ്ട്. രണ്ടാമത്തെ യൂസേഴ്സിന് നമ്മൾ IAM യൂസേഴ്സ് എന്ന് പറയുന്നു എന്നൊന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി, അല്ലേ? ഇനിയിപ്പോൾ നമുക്ക് ഒരു കമ്പനിയുടെ കേസിൽ തന്നെ പല പല ഡിവിഷൻസ് കാണും, അല്ലേ? പല പല ഡിപ്പാർട്ട്മെൻറ്റ്സ് കാണും. ആ ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ ഓരോന്നിൻ്റെ അകത്തും ഓരോരോ മെഷീനറീസ് ഉണ്ടാവും. ആ ഡിപ്പാർട്ട്മെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടിരിക്കുന്ന അല്ലെങ്കിൽ ആ ഡിപ്പാർട്ട്മെൻറ്റിന് വർക്കിങ്ങിന് ആവശ്യമുള്ള മെഷീനറീസും ഉണ്ടാവും. അതേപോലെ തന്നെയാണ് നമ്മളെ AWS അക്കൗണ്ടിൻ്റെ കേസിൽ നമ്മൾ നേരത്തെ പ്രീവിയസ് ചാപ്റ്റേഴ്സിൽ നമ്മൾ പഠിച്ചിരുന്നു. AWSൻ്റെ അകത്തിരിക്കുന്ന ഓരോരോ ഫീച്ചേഴ്സിനെയും AWS ഓരോരോ സർവീസായിട്ടാണ് എക്സ്പോസ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ സർവീസായിട്ടാണ് അവൻ ഡിവൈഡ് ചെയ്തിരിക്കുന്നതെന്ന് നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു, അല്ലേ? അപ്പം ഓരോരോ സർവീസിൻ്റെ കേസിലും നമ്മൾ ആ സർവീസ് വച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ആക്ഷനബിൾ ആയിട്ടുള്ള ഒരു ഇൻസ്റ്റൻസിനെയാണ് നമ്മൾ AWS റിസോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ സർവീസിൻ ഉപയോഗിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പർട്ടിക്കുലർ അതിൻ്റെ തന്നെ ഈ സർവീസിൻ്റെ തന്നെ ഒരു ഇൻസ്റ്റൻസിനെയാണ് നമ്മൾ റിസോഴ്സ് എന്ന് പറയുന്നത്. നമ്മളത് കുറച്ചും കൂടി എളുപ്പമായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിൻ്റെ കേസിൽ ക്ലാസ് ആൻഡ് ഒബ്ജക്റ്റ് ഉണ്ടല്ലോ. ക്ലാസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു മോഡലാണ്. അതേപോലെ തന്നെയാണ് ഇവിടെ സർവീസ് എന്ന് പറയുന്നതും ഒരു മോഡലാണ്. ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒബ്ജക്റ്റിലാണ് നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത്, അല്ലേ? അപ്പം ഈ പറഞ്ഞിരിക്കുന്ന റിസോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിൽ ക്ലാസ് വെച്ചിട്ട് ഒബ്ജക്റ്റ് ഉണ്ടാക്കുന്നത് പോലെ തന്നെ AWSൻ്റെ കേസിൽ നമ്മൾ സർവീസ് വെച്ചിട്ട് ആയിരിക്കും നമ്മൾ റിസോഴ്സ് ഉണ്ടാക്കുന്നത്. കുറച്ചും കൂടെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു എക്സാമ്പിൾ ഉണ്ടല്ലോ, പുട്ടും പുട്ടുകുറ്റിയും എന്നൊക്കെ പറയുന്നത് പോലെ. അപ്പം നമ്മൾ പുട്ടുകുറ്റി എന്ന് പറയുന്നത് ഒരു മോഡലാണ് അതിൻ്റെ. അത് വെച്ചിട്ടാണ് നമ്മൾ പുട്ടുകൾ ഉണ്ടാക്കുന്നത്, അല്ലേ? പുട്ടാണ് നമ്മൾ കൺസ്യൂം ചെയ്യാൻ പോകുന്നത്. അതേപോലെ തന്നെയാണ് ഇവിടെ സർവീസ് എന്ന് പറയുന്നത് ഒരു മോഡലാണ്. ആ മോഡൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ പല പല റിസോഴ്സുകൾ ഉണ്ടാക്കിയിടാം. നമ്മൾ പുട്ടുകുറ്റി വെച്ചിട്ട് നമ്മൾ പല പല പുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ടല്ലോ. എന്നിട്ട് ആ പുട്ടുകളാണ് നമ്മൾ കൺസ്യൂം ചെയ്യാൻ പോകുന്നത്. അതേപോലെ തന്നെ സർവീസ് വെച്ചിട്ട് നമുക്ക് നമ്മളുടെ ആവശ്യത്തിന് ഇങ്ങനെ റിസോഴ്സുകൾ ഉണ്ടാക്കിയിടാം. ആ റിസോഴ്സുകളായിരിക്കും നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം AWS അക്കൗണ്ടിൻ്റെ കേസിൽ EC2 എന്ന് പറയുന്ന ഒരു സർവീസ് ഉണ്ട്. അതെന്ന് പറയുന്നത് നമുക്ക് വിർച്വൽ കമ്പ്യൂട്ടേഴ്സ് ഉണ്ടാക്കാനുള്ള ഒരു സർവീസാണ്. അപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരുപാട് വിർച്വൽ കമ്പ്യൂട്ടേഴ്സ് ആ EC2 എന്ന് പറയുന്ന സർവീസ് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. വിർച്വൽ കമ്പ്യൂട്ടർ 1, 2, 3 എന്ന് പറഞ്ഞിട്ട് എത്ര വിർച്വൽ കമ്പ്യൂട്ടർ വേണോ അതൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന ഈ ഇൻസ്റ്റൻസുകളെയാണ് AWSൻ്റെ അകത്ത് റിസോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ആ പോയിന്റ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. കറക്റ്റായിട്ട് സർവീസ് എന്താണെന്നോ AWS റിസോഴ്സ് എന്താണെന്നോ നമുക്ക് കറക്റ്റായിട്ട് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം മൊത്തത്തിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത്. പ്രത്യേകിച്ച് നമ്മൾ IAM പഠിക്കുന്ന സമയത്ത് അത് എന്താണെന്നുള്ളത് കറക്റ്റായിട്ടൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കേണ്ടതുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് നമ്മളൊരു കമ്പനിയിലേക്ക് നമ്മളെ തിരിച്ചു വരുന്നു. അപ്പോൾ കമ്പനിക്കകത്തിരിക്കുന്ന എല്ലാ എംപ്ലോയീസിനെയും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും നമുക്ക് ആക്സസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാം. ചില എംപ്ലോയീസിന് ചില ഡിപ്പാർട്ട്മെൻറ്റുകളിലെ മെഷീൻസ് ഹാൻഡിൽ ചെയ്തിട്ട് പരിചയം ഉണ്ടാവില്ല. അപ്പം എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ആക്സിഡൻ്റലി അതങ്ങനെ യൂസ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ആ മെഷീനറിക്ക് എന്തെങ്കിലും കേടുപാടുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന ഒരു എക്സാമ്പിൾ ഉണ്ടല്ലോ, നമ്മളിപ്പോൾ ഒരു MRI മെഷീൻ്റെ ഒരു MRI ഹോസ്പിറ്റലിലൊക്കെ നിങ്ങൾ കണ്ടില്ലേ MRI മെഷീൻ എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് നമ്മൾ ഒരു അയൺ ആയിട്ടുള്ള സാധനം കൊണ്ടുപോകാൻ പാടില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആകർഷിക്കും. അത് മാഗ്നറ്റിക് സാധനങ്ങളായതുകൊണ്ട് ഒരിക്കലും നമ്മളൊരു അയൺ ഇരിക്കുന്ന സാധനം അങ്ങോട്ട് കൊണ്ടുപോകാൻ പാടില്ല. അപ്പം അങ്ങനെയുള്ള അതൊക്കെ അതിൻ്റെ നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഈ MRI മെഷീനിൽ ഇങ്ങനെ കൊണ്ടുപോകുന്നതിന് പ്രോബ്ലം ഒന്നുമില്ല എന്ന് പറയുന്ന ഒരാൾ ഇതൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് MRI മെഷീനിന് തന്നെ പ്രോബ്ലം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്, അല്ലേ? ഇങ്ങനെ
ഏത് സാധനം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു അറിയാത്ത ആൾ ആ പറഞ്ഞിരിക്കുന്ന സാധനം ആക്സിഡൻ്റലി ആണെങ്കിൽ കൂടി യൂസ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അതിനൊരു പ്രോബ്ലം അല്ലെങ്കിൽ കേടുപാടുകൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ്? നമുക്കൊരു ആക്സസ് കാർഡ് കൊടുത്തിട്ട് അതിൻ്റെ അകത്തൊരു പെർമിഷൻ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ആക്സസ് കാർഡ് പെർമിഷനുള്ള റൂമുകളിൽ മാത്രമേ ഈ പറഞ്ഞിരിക്കുന്ന എംപ്ലോയിക്ക് കയറാൻ പറ്റൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ എംപ്ലോയിനെ പല ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കുള്ള എൻട്രി റെസ്ട്രിക്റ്റ് ചെയ്യുകയും അതുവഴി ആക്സിഡൻ്റലോ അല്ലെങ്കിൽ ഇൻറ്റൻഷനലിയോ ഉള്ള അൺഓതറൈസ്ഡ് ആയിട്ടുള്ള യൂസേജുകൾ തടയാനൊക്കെ പറ്റും അല്ലേ? ഇങ്ങനെ നമുക്ക് എഫക്റ്റീവായിട്ട് എംപ്ലോയീസിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ നോർമലി ഈ പറഞ്ഞിരിക്കുന്ന ആക്സസ് കാർഡുകൾ പല സ്ഥലങ്ങളിൽ ഉപയോഗിക്കാറുണ്ട്. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന ആക്സസ് കാർഡുകളിൽ നോർമലി എന്താണ് ഉണ്ടാവുക? നമുക്കൊരു കുറച്ച് പെർമിഷൻസ് ആണ് ഉണ്ടാവുക. ആ പെർമിഷൻ എന്ന് പറയുന്നത് നോർമലി ഇതേപോലുള്ള ഒരു കാര്യമായിരിക്കും. ഈ ഈ പറഞ്ഞിരിക്കുന്ന എംപ്ലോയിക്ക് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റാർ എന്ന് പറഞ്ഞാൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ഇരിക്കുന്ന മെഷിനറി സ്റ്റാർ എന്ന് പറഞ്ഞ് നോർമലി നമ്മൾ സ്റ്റാർ എന്ന് പറയുന്നത് എല്ലാം ഉപയോഗിക്കാം എന്ന് പറയുന്ന ഒരു സാധനത്തിനാണല്ലോ നമ്മൾ സ്റ്റാർ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന എംപ്ലോയിക്ക് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള എല്ലാ മെഷീനറിക്കും ആക്സസ് അലൗഡ് ആണ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ആക്സസ് കാർഡ് ഉണ്ടാക്കി. എന്നിട്ട് ഈ ആക്സസ് കാർഡ് നമുക്ക് ചില എംപ്ലോയീസിന് കൊടുത്തു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഈ എംപ്ലോയീസിന് ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും കയറാനുള്ള പെർമിഷനായി. നോർമലി അതൊരു സൂപ്പർവൈസർ പോലുള്ള ഒരു എംപ്ലോയി ആയിരിക്കും അല്ലേ? ഇനിയിപ്പോൾ നമുക്ക് മൂന്നാമതൊരു എംപ്ലോയി ഉണ്ട് എന്ന് വിചാരിക്കാം. ആ എംപ്ലോയിക്ക് എല്ലാ മെഷീൻസും ഉപയോഗിക്കാനുള്ള പെർമിഷൻ ഇല്ല. ആ എംപ്ലോയി എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് എയിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയി ആണ്. അത് തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് എയിൽ തന്നെ ചില മെഷീൻസിന് മാത്രമേ ഉപയോഗിക്കാൻ പെർമിഷൻ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ആ മെഷീനിൻ്റെ അകത്ത് തന്നെ ചില ഓപ്പറേഷൻസ് ചെയ്യാൻ മാത്രമേ ഈ എംപ്ലോയിക്ക് പെർമിഷൻ ഉള്ളൂ. ഈ ഡിപ്പാർട്ട്മെൻറ്റ് എയിൽ മാത്രമേ പെർമിഷൻ ഉള്ളൂ. അതിൽ തന്നെ മെഷീൻ A1 എന്ന് പറയുന്നതിലേ പെർമിഷൻ ഉള്ളൂ. മെഷീൻ A1ൽ തന്നെ ചില ആക്ഷൻസ് ചെയ്യാൻ മാത്രമേ ആ എംപ്ലോയീസിന് പെർമിഷൻ ഉള്ളൂ. ഓക്കെ. അപ്പം നമ്മൾ അത് ആ രീതിയിലുള്ള എന്തൊക്കെ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ പെർമിഷനായിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തു, അലോ ചെയ്ത് കൊടുത്തു. അപ്പോൾ ഈ എംപ്ലോയീസിനെ നമ്മൾ കുറച്ചും കൂടെ കൺട്രോൾഡ് ആണ് ആ എംപ്ലോയിയുടെ ഈ പറഞ്ഞിരിക്കുന്ന കമ്പനിയിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അത് നമ്മൾ കൺട്രോൾ ചെയ്തിരിക്കുകയാണ് ഈ പറഞ്ഞിരിക്കുന്ന പെർമിഷൻ ആക്സസ് കാർഡ് വെച്ചിട്ടൊക്കെ. ഇനിയിപ്പോൾ നമുക്ക് എംപ്ലോയി 4 എന്നുണ്ട് എന്ന് വിചാരിക്കാം. ആ എംപ്ലോയി എന്ന് പറയുന്നത് കുറച്ചൊരു സ്പെഷ്യൽ എംപ്ലോയി ആണ്. ആ എംപ്ലോയി എന്ന് പറയുന്നത് ഒരു ഓഡിറ്റർ എംപ്ലോയി ആണെന്ന് വിചാരിക്കാം. പുള്ളിയുടെ പണി എന്താണ്? ഈ പറഞ്ഞിരിക്കുന്ന മെഷീനുകളെല്ലാം അല്ലെങ്കിൽ പുള്ളിക്ക് അസൈൻ ചെയ്തിരിക്കുന്ന കുറച്ച് മെഷീനുകളെ ഓഡിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്തു? ആക്ഷൻ ആ പുള്ളിക്ക് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ആ എംപ്ലോയിക്ക് ചെയ്യാൻ പറ്റുന്ന ആക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ മോണിറ്റർ എന്ന് പറയുന്ന ഒരു ആക്ഷൻ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഈ മെഷീനെ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതിൻ്റെ അകത്ത് മോണിറ്റർ എന്ന് പറയുന്ന ആക്ഷനെ ചെയ്യാൻ പാടുള്ളൂ. അത് കൂടാതെ നമ്മളൊരു കണ്ടീഷൻ കൂടി ആഡ് ചെയ്തു. ഈ പറഞ്ഞിരിക്കുന്ന ഡേറ്റ് മന്തിൻ്റെ ഫസ്റ്റ് ആണെങ്കിൽ മാത്രമേ ഈ എംപ്ലോയിക്ക് ഈ മെഷീൻ ഈ പറഞ്ഞിരിക്കുന്ന ആക്സസ്സുകൾ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒരു അഡീഷണൽ കണ്ടീഷൻ കൂടി നമ്മൾ പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഇതിലൂടെ എല്ലാം നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പല രീതികളിൽ പെർമിഷൻസ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഒരു എംപ്ലോയിക്ക് ഈ പറഞ്ഞിരിക്കുന്ന കമ്പനിയിൽ വർക്ക് ചെയ്യാൻ ആവശ്യമുള്ള ഏറ്റവും മിനിമം പെർമിഷൻ ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. അത് മതി അല്ലേ? എംപ്ലോയിക്ക് വർക്ക് ചെയ്യാനുള്ള മിനിമം പെർമിഷൻ കിട്ടിയാൽ തന്നെ ആ എംപ്ലോയിയുടെ ഡേ ടു ഡേ വർക്കുകളെല്ലാം നടന്നു പോവുകയും ചെയ്യും. എന്നാൽ നമുക്ക് ആക്സിഡൻ്റലിയോ അല്ലെങ്കിൽ ഇൻറ്റൻഷനലിയോ തന്നെയും ഈ എംപ്ലോയീസ് വേറെ കാര്യങ്ങളിൽ ഇടപെടുന്നില്ല എന്ന് നമുക്ക് എൻഷുർ ചെയ്യാനും പറ്റും. അതുവഴി ഇതുപോലെ നമ്മളൊരു ആക്സസ് കാർഡും പെർമിഷനും എല്ലാം വെച്ചിട്ട് നമുക്ക് വളരെ കൺട്രോൾ ചെയ്തിട്ട് ഒരു കമ്പനിക്കകത്തിരിക്കുന്ന കാര്യങ്ങളെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതേപോലെ തന്നെയാണ് നമ്മൾ AWS അക്കൗണ്ടിൻ്റെ കേസിലും സംഭവിക്കാൻ പോകുന്നത്. അവിടെ നമ്മൾ ആക്സസ് കാർഡ് ഉപയോഗിച്ചതുപോലെ ഇവിടെ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് IAM പോളിസീസ് എന്ന് പറയുന്ന ഒരു ടേമാണ്. ഈ ടേം ഒന്ന് നോട്ട് ചെയ്ത് വെക്കണേ. നിങ്ങൾ ത്രൂ ഔട്ട് ദ AWS അക്കൗണ്ടിൻ്റെ അകത്ത് IAM പോളിസി എന്ന് പറയുന്ന ഒരു ടേം നിങ്ങൾക്ക് വരും. ഈ IAM പോളിസി എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ആക്സസ് കാർഡ് വെച്ചിട്ട് പെർമിഷൻസ് സെറ്റ് ചെയ്ത് കൊടുത്തത് എങ്ങനെയാണോ അങ്ങനെ പെർമിഷൻസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെക്കാനിസമാണ് IAM പോളിസീസ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ചെയ്തതുപോലെ തന്നെ ആയിരിക്കും ഇതിൻ്റെ അകത്ത് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പം അതിൻ്റെ അകത്ത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേംസുകളായിരിക്കും ഉപയോഗിക്കുന്നത്. IAM പോളിസീസിൻ്റെ അകത്ത് നമുക്ക് റിസോഴ്സ്, പ്രിൻസിപ്പിൾ, ആക്ഷൻ, കണ്ടീഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് ടേമുകളായിരിക്കും നമ്മൾ IAM പോളിസീസിൻ്റെ അകത്ത് വരുന്നത്. ഇതിൻ്റെ അകത്ത് റിസോഴ്സ് എന്ന് പറയുന്ന ടേം ഏത് പർട്ടിക്കുലർ റിസോഴ്സിൻ്റെ അകത്തേക്ക് ഇരിക്കുന്ന പെർമിഷൻ ആണോ നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് അതായിരിക്കും നമ്മൾ റിസോഴ്സ് ആയിട്ട് പറഞ്ഞു കൊടുക്കേണ്ടത്.
ഇനിയിപ്പം ആക്ഷൻ എന്ന് പറയുന്ന കാര്യം. എന്തായിരിക്കും ആക്ഷൻ എന്ന് പറയുന്നത്? അത് ശരിക്കും ഡിഫൈൻ ചെയ്യുന്നത് സർവീസാണ്. ഈ പറഞ്ഞിരിക്കുന്ന റിസോഴ്സ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു. സർവീസ് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞിരുന്നല്ലോ അല്ലേ? അപ്പം ഈ പറഞ്ഞിരിക്കുന്ന റിസോഴ്സിൻ്റെ അകത്ത് ഒരു പർട്ടിക്കുലർ സർവീസ് വെച്ചുണ്ടാക്കുന്ന റിസോഴ്സിൻ്റെ അകത്ത് എന്തൊക്കെ ആക്ഷൻ ചെയ്യാൻ പറ്റും എന്ന് തീരുമാനിക്കുന്നത് അതിൻ്റെ സർവീസായിരിക്കും. ഓക്കെ. നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിപ്പം ടാറ്റ നെക്സോൺ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു കാറുണ്ട് അല്ലേ? അപ്പം ഈ ടാറ്റ നെക്സോൺ നമ്മൾ കാറുകൾ ഇറക്കുന്നു. ആ കാറുകൾ നമ്മൾ ഡീലർഷിപ്പ് ഷോപ്പ് പോയിട്ട് വാങ്ങി എടുക്കുന്നു അല്ലേ? അങ്ങനെ പലരും പല പല കാറുകളെയും നമ്മൾ വാങ്ങിയെടുക്കുന്നു. ഇങ്ങനെ ഉണ്ടാക്കുന്ന കാറുകളെ നമ്മൾ റിസോഴ്സ് പോലെയാണ് ആക്ഷനബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് വിചാരിക്കാം. അപ്പം ടാറ്റ എക്സോണിൻ്റെ ഏതൊരു കാറിൻ്റെ അകത്തും ചെയ്യാൻ പറ്റുന്ന ഓപ്പറേഷൻസ് ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ആരാണ്? അത് ടാറ്റ നെക്സോൺ എന്ന് പറയുന്ന മോഡലാണ് അല്ലേ? ഈ പറഞ്ഞിരിക്കുന്ന കാറിൽ എങ്ങനെയാണ് എൻജിൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ക്രൂയിസ് കൺട്രോൾ ഇതാക്കേണ്ടത്, ഇതിൻ്റെ സ്റ്റെപ്പിനി എവിടെയാണ് ഇരിക്കുന്നത്, ഇങ്ങനെയുള്ള ഈ പറഞ്ഞിരിക്കുന്ന കാറിൽ ചെയ്യാൻ പറ്റുന്ന എല്ലാ ആക്ഷൻസും ഡിഫൈൻ ചെയ്ത് വച്ചിരിക്കുന്നത് ഈ കാർ ഉണ്ടാക്കിയിരിക്കുന്ന ടാറ്റ നെക്സോൺ എന്ന് പറയുന്ന മോഡലാണ്. ഇതേപോലെ തന്നെയാണ് ഇവിടെയും നടക്കുന്നത്. ഈ പറഞ്ഞിരിക്കുന്ന റിസോഴ്സിൻ്റെ അകത്ത് എന്തൊക്കെ ആക്ഷൻ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഡിഫൈൻ ചെയ്യുന്നത് അതിൻ്റെ സർവീസ് ആയിരിക്കും. അപ്പം നമ്മൾ നോർമലി പോളിസീസിൻ്റെ അകത്ത് നമ്മൾ എന്തൊക്കെ ആക്ഷൻ ചെയ്യാൻ പറ്റും, അതായത് ഈ റിസോഴ്സിൻ്റെ അകത്ത് ഈ പോളിസി ഹോൾഡ് ചെയ്യുന്ന ആൾക്ക് ഈ റിസോഴ്സിൻ്റെ അകത്ത് അലോ ചെയ്യുന്നു എന്നാണ് നമ്മളിവിടെ പറയുന്നത്. അലോ ചെയ്യുന്നതിൽ തന്നെ ഈ റിസോഴ്സിൻ്റെ അകത്ത് പല ആക്ഷൻസും ഉണ്ടാവും. അതിൻ്റെ അകത്ത് ഏതൊക്കെ ആക്ഷൻ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം കൂടി നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഇവിടെ നമ്മൾ ഓപ്പറേഷൻ മോണിറ്റർ എന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ അല്ലേ? അതേപോലെ തന്നെയാണ് ഇവിടെ ഏതൊക്കെ ആക്ഷൻസ് ഈ പോളിസി ഉള്ള ആൾക്ക് ചെയ്യാൻ പറ്റും എന്നാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. ഇങ്ങനെയുള്ള ആക്ഷൻസ് ഡിഫൈൻ ചെയ്യുന്നത് സർവീസ് ആയിരിക്കും എന്നാണ് ഞാനിവിടെ പറഞ്ഞു വന്നത്. ആ ഒരു പോയിന്റ് ക്ലിയർ ആയിരിക്കണേ. സർവീസ് ആയിരിക്കും ആക്ഷൻസ് ഡിഫൈൻ ചെയ്യുന്നത്. ആ കാര്യങ്ങളായിരിക്കും നമ്മൾ റിസോഴ്സിൻ്റെ അകത്ത് വർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആക്ഷൻ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് നോർമലി നമ്മൾ ആ സർവീസ് കോളം എന്ത് ആക്ഷൻ ആണോ എന്നുള്ളതായിരിക്കും നമ്മൾ നോർമലി പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു IAM പോളിസി ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതൊരു IAM യൂസർക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അസൈൻ ചെയ്ത് കൊടുക്കാം. അങ്ങനെ അസൈൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിപ്പോൾ നമ്മൾ ഈ ഒരു പോളിസി ഉണ്ടാക്കി നമ്മൾ ആ പോളിസി ഇങ്ങനെ ഒരു യൂസർക്ക് അസൈൻ ചെയ്ത് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഈ യൂസർക്ക് ഇത്ര പെർമിഷൻസ് ഒക്കെ ആയിരിക്കും ഈ AWS അക്കൗണ്ടിൻ്റെ അകത്ത് ഉണ്ടാവുക. ഓക്കെ. ആ പോയിന്റ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. IAM എന്ന് പറയുന്നത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡീപ്പായിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ്. AWSൻ്റെ അകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. IAM എന്ന് പറയുന്നതിൻ്റെ ഒരു ഗ്ലിംസ് അല്ലെങ്കിൽ ഒരു ഹൈ ലെവലിൽ ഇരിക്കുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. നമ്മളത് ഇനി വരുന്ന ചാപ്റ്റേഴ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. പക്ഷേ ഇവിടെ നമ്മൾ പഠിച്ചത് AWSൻ്റെ അകത്ത് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് യൂസേഴ്സ് ഉണ്ട്. ആ യൂസേഴ്സിനെ എന്തിനാണ് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് യൂസേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ഡിറൈവ് ചെയ്ത് വന്നു. ആ യൂസേഴ്സിനെ തന്നെ എങ്ങനെയാണ് AWS കൺട്രോൾ ചെയ്യുന്നത് എന്ന് പഠിച്ചു. എല്ലാ യൂസേഴ്സിനും എല്ലാ പെർമിഷനും ഉണ്ടെങ്കിൽ അത് ആക്സിഡൻ്റലിയോ അല്ലെങ്കിൽ ഇൻറ്റൻഷനലി ആയിട്ടോ മാൽ പ്രാക്ടീസ് നടക്കാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ പോളിസീസ് വച്ചിട്ട് ഓരോരോ യൂസർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ റെസ്ട്രിക്റ്റ് ചെയ്തത്. ഇതിന് വേണ്ടിയിട്ടാണ് AWSൻ്റെ അകത്ത് IAM യൂസേഴ്സ് എന്ന് പറയുന്ന കാര്യം വന്നത്. IAM യൂസേഴ്സ് എന്ന് പറയുന്നത് 0 ഓർ മോർ ആയിരിക്കാം. കുറേ നോർമലി ഒരു ഓർഗനൈസേഷൻ്റെ അകത്തിരിക്കുന്ന എല്ലാ എംപ്ലോയീസിനും കറസ്പോണ്ടിങ് ആയിട്ട് ഒരു IAM അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന AWS അക്കൗണ്ട് യൂസ് ചെയ്യുന്ന എല്ലാവർക്കും ഒരു കറസ്പോണ്ടിങ് ആയിട്ടിരിക്കുന്ന IAM യൂസറും ഉണ്ടാവും. അതിനൊരു ഒരു യൂസർ നെയിമും ഒരു ക്രെഡൻഷ്യലും ഉണ്ടാവും. ഓക്കെ. റൂട്ട് യൂസർ ഒന്നേ ഉള്ളേ. നോർമലി AWS റെക്കമെൻഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിന് ഒരിക്കലും റൂട്ട് യൂസർ യൂസ് ചെയ്യരുതെന്നാണ്. കാരണം അതിന് കുറച്ച് പെർമിഷൻസും ഉണ്ട്. ഒരിക്കലും റൂട്ട് യൂസർ യൂസ് ചെയ്യരുത്. എല്ലാം ഡേ ടു ഡേ ആക്ടിവിറ്റീസ് നമ്മൾ IAM യൂസേഴ്സ് വെച്ചിട്ടായിരിക്കണം എന്നുള്ളത്. ഒരു കാര്യം കൂടി AWS റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഒരു പർട്ടിക്കുലർ പോളിസി ഉണ്ടാക്കുമ്പം അതൊരു IAM യൂസർക്ക് അസൈൻ ചെയ്യുമ്പം അത് ലീസ്റ്റ് പ്രിവിലേജ് ആയിരിക്കണം എന്നുള്ളതാണ്. ആ IAM യൂസർക്ക് ഈ പറഞ്ഞിരിക്കുന്ന അക്കൗണ്ടിൽ വർക്ക് ചെയ്യാൻ എത്രയാണോ മിനിമം പെർമിഷൻസ് വേണ്ടത് അതായിരിക്കണം നമ്മൾ ആ പർട്ടിക്കുലർ യൂസർക്ക് കൊടുക്കാൻ പാടുള്ളൂ. അതിൽ കൂടുതൽ ഒരെണ്ണം പോലും കൊടുക്കരുത് എന്നാണ് AWS റെക്കമെൻഡ് ചെയ്യുന്ന വഴി. ഒരെണ്ണം കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല. പക്ഷേങ്കിൽ അത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രോബ്ലം ഉണ്ടാവില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനും പറ്റില്ല. അതുകൊണ്ട് ആ പോസിബിലിറ്റി എടുക്കാതിരിക്കുക എന്നുള്ളതാണ്. വെരി ലീസ്റ്റ് ആയിട്ടുള്ള പ്രിവിലേജ് മാത്രം കൊടുക്കുക എന്നുള്ളതാണ്. കാരണം ഇത് സിസ്റ്റം നമ്മൾ ഉണ്ടാക്കി വരുന്ന സമയത്ത് വളരെ വലുതായിരിക്കും ഈ സിസ്റ്റം. അതിൻ്റെ അകത്ത് ഒരുപാട് സർവീസസും ഒരുപാട് റിസോഴ്സസും ഉണ്ടാവും.
അപ്പം ഏതെങ്കിലും ഒരു IAM യൂസർ ആക്സിഡന്റലി എവിടെയെങ്കിലും ഒരു കുഞ്ഞ് ചേഞ്ച് വരുത്തിയാൽ തന്നെ അത് ചിലപ്പോൾ നിങ്ങളുടെ സിസ്റ്റത്തിനെ ബാധിക്കുകയും അത് നിങ്ങളുടെ ഒരു ബിസിനസ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുകയും ചെയ്യും അല്ലേ? അപ്പം അങ്ങനെയുള്ളൊരു പോസിബിലിറ്റി പോലും ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു IAM യൂസർക്ക് ഏറ്റവും ലീസ്റ്റ് പ്രിവിലേജ് എത്രയാണോ വേണ്ടത് അത് മാത്രം കൊടുക്കുക. അത് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ ആ പുള്ളി ആ കാര്യങ്ങൾ മാത്രമേ ചെയ്യുള്ളൂ. വേറെ ഒരു കാര്യങ്ങളും AWS സമ്മതിക്കത്തില്ല. AWS അലോ ചെയ്യത്തില്ല. യൂസർ ചെയ്യാൻ നോക്കിയാൽ തന്നെ AWS അത് റെസ്ട്രിക്റ്റ് ചെയ്തോളും. എന്താണോ നമ്മൾ പോളിസി പറഞ്ഞത് അതിൽ കൂടുതൽ കാര്യങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന IAM യൂസർ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ റെസ്ട്രിക്റ്റ് ചെയ്തോളും. ഇതേപോലെ തന്നെ നമ്മളിവിടെ അലോ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പോളിസി ഉണ്ടാക്കിയിരുന്നു. അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഡെനി ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു പോളിസി വേണമെന്നുണ്ടെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. ഇങ്ങനെ പല രീതികളിൽ നമുക്ക് പോളിസി ഉണ്ടാക്കാം. പോളിസി എന്ന് പറയുന്നത് കുറച്ചൊരു ടഫ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചൊരു ഇനീഷ്യലി നമ്മൾ പഠിച്ച് വരുന്ന സമയത്ത് കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് അതുകൊണ്ടാണ് ഞാനിവിടെ ഒരു ഗ്ലിംപ്സെ പോലെ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാൻ നോക്കിയത്. ഇതൊന്ന് മനസ്സിലാക്കിയെടുക്കാൻ നോക്കുക. കാരണം ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. അല്ലെങ്കിൽ നമ്മൾ പോളിസി അല്ലെങ്കിൽ IAM പഠിക്കുന്ന സമയത്ത് കുറച്ചും കൂടെ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ. ഇനി നമുക്ക് AWSൻ്റെ അകത്ത് ഒരു ഫ്രീ അക്കൗണ്ട് ഉണ്ടാക്കാൻ നോക്കാം അല്ലേ? അതിനു മുന്നേ ഒരു കുഞ്ഞു കാര്യം. ഈ പറഞ്ഞിരിക്കുന്ന ചാനലും അതിലെ കണ്ടൻസും എല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് എന്ന് തോന്നുകയാണെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നത് കൺസിഡർ ചെയ്യാമോ? ഓൾസോ ഇത് വേറെ ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുമെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യാമോ? രണ്ടും എനിക്ക് ഹെൽപ്പായിരിക്കും. ഓക്കെ. താങ്ക് യു. അപ്പോൾ നമുക്ക് ഈ ട്യൂട്ടോറിയലിലെ വൺ ഓഫ് ദ എക്സൈറ്റിംഗ് തിങ് സ്റ്റാർട്ട് ചെയ്യാം. നമുക്കൊരു ഫ്രീ ടയർ AWS അക്കൗണ്ട് ഉണ്ടാക്കാം. ഒരു കാര്യം ഇതിനകത്ത് നോട്ട് ചെയ്യേണ്ടത് ഇത് കംപ്ലീറ്റ്ലി ഫ്രീ അല്ല, ഫ്രീ ടയർ ആണ്. അതായത് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളെല്ലാം AWS പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെല്ലാം അവർ ഫ്രീ ആയിട്ട് തരും. പക്ഷേങ്കിൽ അതല്ലാതെ പെയ്ഡ് ആയിട്ടിരിക്കുന്ന സാധനങ്ങളും ഉണ്ട്. അപ്പോൾ നമ്മളൊന്ന് ഈ പറഞ്ഞിരിക്കുന്ന ഫ്രീ ടയർ അക്കൗണ്ട് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ഫ്രീ ടയർ എലിജിബിൾ ആണ് എന്ന് അവർ മാർക്ക് ചെയ്ത് വച്ചിരിക്കുന്ന സർവീസസ് മാത്രമേ നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ. നമ്മളത് ഓരോരോ സർവീസായിട്ട് പഠിക്കുന്ന സമയത്ത് നമുക്കത് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന സർവീസസുകൾ എല്ലാ സർവീസുകളിലും, അതായത് EC2 ആണെങ്കിലും ലാംഡ ആണെങ്കിലും നമ്മൾ RDS ആണെങ്കിലും എല്ലാം ഫ്രീ ടയർ എലിജിബിൾ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പം നമുക്കൊന്ന് AWS പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേകിച്ച് കോസ്റ്റ് ഒന്നും ആവത്തില്ല. അപ്പം നമുക്കൊന്ന് എങ്ങനെയാണ് ഈ പറഞ്ഞിരിക്കുന്ന AWS അക്കൗണ്ട് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മൾ ഗൂഗിളിലെങ്ങാനും ക്രിയേറ്റ് AWS അക്കൗണ്ട് എന്ന് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന പേജിലോട്ട് വരാനുള്ള ലിങ്ക് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ആദ്യം നമ്മൾ കൊടുക്കേണ്ടത് ഏത് ഒരു ഇമെയിൽ ID നമുക്ക് വേണം. അപ്പം ആ ഇമെയിൽ ID ആയിരിക്കണം നമ്മളിവിടെ കൊടുക്കേണ്ടത്. ഓക്കെ. അപ്പം ഞാൻ എൻ്റെ ഒരു ഇമെയിൽ ID ഇവിടെ കൊടുക്കുന്നു. നമുക്കൊരു അക്കൗണ്ട് നെയിമും കൊടുക്കുന്നു. ഒരു കാര്യം ചെയ്യണം, ഇവിടെ നമ്മൾ കൊടുക്കുന്നത് റൂട്ട് യൂസറിൻ്റെ ഇമെയിൽ ID ആണ്. നമ്മൾ ഓൾറെഡി പഠിച്ചിരുന്നു റൂട്ട് യൂസർ എന്ന് പറയുന്നത് ഒരു AWS അക്കൗണ്ടിൻ്റെ ഓണറാണ് അല്ലേ? അപ്പം ഈ ഇമെയിൽ ID നമ്മളിവിടെ കൊടുക്കുന്ന ഇമെയിൽ ID നിങ്ങൾക്ക് എല്ലായ്പ്പോഴും ആക്സസിബിൾ ആയിരിക്കണം. അതായത് പറഞ്ഞിരിക്കുന്ന ഇമെയിൽ ID നിങ്ങൾക്ക് ലോസ്റ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ AWS അക്കൗണ്ടിൻ്റെ പാസ്വേഡ് ചേഞ്ച് ആവുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു മൊമെൻറ്റ് വരുന്ന സമയത്ത് ഇതിലേക്കായിരിക്കും OTP പോകുന്നത്. അപ്പം നമുക്കത് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരും. അപ്പോൾ ഈ ഇമെയിൽ ID എല്ലായ്പ്പോഴും ആക്സസിബിൾ ആയിട്ടിരിക്കുന്ന ഒരു ഇമെയിൽ ID ആയിരിക്കണം. അത് കൊടുത്തതിന് ശേഷം നമുക്ക് വെരിഫൈ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കാം. വെരിഫൈ ഇമെയിൽ അഡ്രസ്സ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വെരിഫിക്കേഷൻ കോഡ് നമ്മളുടെ ജിമെയിലിലോട്ട് വരും. അല്ലെങ്കിൽ എന്താണോ നമ്മളവിടെ കൊടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു ഇമെയിൽ ID വരും. ഒരു വെരിഫിക്കേഷൻ കോഡ് വരും. നമ്മളെ ജിമെയിലിൽ കയറി ആ വെരിഫിക്കേഷൻ കോഡ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. അപ്പം ഞാൻ എൻ്റെ ഈ പറഞ്ഞിരിക്കുന്ന ഇമെയിൽ IDയിൽ എൻ്റർ ചെയ്ത് ആ പറഞ്ഞിരിക്കുന്ന കോഡ് എടുത്തിട്ടുണ്ട്. അതേപോലെ നിങ്ങളും നിങ്ങളുടെ എന്താണോ ഏത് ഇമെയിലാണോ കൊടുത്തിരിക്കുന്നത് ആ ഇമെയിലിൽ കയറി AWS നിന്ന് അയച്ചിരിക്കുന്ന മെയിലിൽ നിന്ന് ഈ പർട്ടിക്കുലർ വെരിഫിക്കേഷൻ കോഡ് ഇവിടെ ഒന്ന് പേസ്റ്റ് ചെയ്യണം. ഓക്കെ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു റൂട്ട് യൂസർക്ക് ഒരു പാസ്വേഡ് കൊടുക്കണം. അതായത് നമ്മൾ റൂട്ട് യൂസറിൻ്റെ ഒരു പാസ്വേഡാണ് നമ്മളിവിടെ കൊടുക്കാൻ പോകുന്നത്. അതിന് കുറച്ച് കണ്ടീഷൻസ് എല്ലാം ഉണ്ട്. അതെല്ലാം ഫോളോ ചെയ്തിരിക്കുന്ന അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടിരിക്കുന്ന ഒരു പാസ്വേഡ് ഇവിടെ കൊടുക്കുന്നതാണ് നല്ലത്. ഒരു പാസ്വേഡ് കൊടുത്തു. കൺഫേം പാസ്വേഡിൽ നമ്മൾ സെയിം പാസ്വേഡ് കൊടുക്കുന്നു. കണ്ടിന്യൂ അടിക്കുന്നു. ഇവിടെ നമുക്ക് പേഴ്സണൽ
എന്ന് പറയുന്ന പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ടിരിക്കുന്ന ഒരു അക്കൗണ്ടാണ് എന്ന് പറയുന്നു. അതിനുവേണ്ടി സെലക്ട് ചെയ്യുന്നു. ഇവിടെ ഫ്രീ ടയറിൻ്റെ ഓഫേഴ്സ് എല്ലാം അവർ കാണിച്ചിട്ടുണ്ട്. നമുക്ക് ഈ ഫ്രീ ടയർ അക്കൗണ്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഇന്ന് മുതൽ 12 മാസത്തേക്കായിരിക്കും നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന അക്കൗണ്ട് യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. ഇവിടെ നമ്മൾ നമ്മളുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കണം. നെയിം, നിങ്ങളുടെ ഫോൺ നമ്പർ, ഇതെല്ലാം ആവശ്യമുള്ള കാര്യങ്ങളാണ്. അഡ്രസ്സ് അങ്ങനെയെല്ലാം അടിച്ചതിന് ശേഷം നമ്മൾ കണ്ടിന്യൂ എന്ന് പറയുന്ന ഈ പറഞ്ഞിരിക്കുന്ന ബട്ടൺ അമർത്തുന്നു. ഇവിടെ നമ്മൾ നമ്മളുടെ ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ് കൊടുക്കണം. ക്രെഡിറ്റ് കാർഡ് മസ്റ്റാണ്. പക്ഷെങ്കിൽ നമ്മൾ ഫ്രീ ടയർ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബില്ലിംഗ് അല്ലെങ്കിൽ കോസ്റ്റ് ഒന്നും വരത്തില്ല. AWS അതല്ലാതെ ഹിഡൻ ചാർജസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എടുക്കത്തില്ല. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കാർഡ് ഡീറ്റെയിൽസും എക്സ്പയറി ഡേറ്റും എല്ലാം കൊടുത്തതിന് ശേഷം ഈ പറഞ്ഞിരിക്കുന്ന വെരിഫൈ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യണം. നമ്മൾ ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ് കൊടുത്ത് നമ്മളൊരു ₹2 പേ ചെയ്യേണ്ടി വരും അവിടെ. കാരണം അത് നിങ്ങൾ കൊടുത്തിരിക്കുന്ന ക്രെഡിറ്റ് കാർഡ് വാലിഡ് ആണോ, അതിൻ്റെ അകത്തേക്ക് പേയ്മെൻറ്റ് പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ട് എന്ന് AWSന് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു റിഫണ്ടബിൾ ആയിട്ടുള്ള ഒരു ₹2, വെറും ₹2, $2 അല്ലേ, നമ്മുടെ ഇന്ത്യൻ റുപ്പി ₹2 അവിടെ പോകും. ഓക്കെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പേജിലോട്ടെത്തും. സൈൻ അപ്പ് ഫോർ AWS എന്ന് പറയുന്നതിൻ്റെ അകത്തേക്ക്. അവിടെ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന പേരെന്താണോ കാണിക്കേണ്ടത് അത് ചൂസ് ചെയ്ത് പോകണം. നമ്മുടെ പേഴ്സണൽ യൂസ് എന്ന് പറയുന്ന കാര്യം കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഇൻഡിവിജ്വൽ ആണ് എന്ന് പറഞ്ഞിട്ട് ചൂസ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ കുറച്ച് പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുക്കേണ്ടതുണ്ട്. നിങ്ങളുടെ ഒരു പെർമനൻറ്റ് പാനോ അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഡേറ്റ് ഓഫ് ബർത്ത് പോലുള്ള കാര്യങ്ങൾ കൊടുത്ത് നിങ്ങൾക്കിവിടെ കണ്ടിന്യൂ എന്ന് പറയുന്ന ബട്ടൺ അമർത്താം. അവിടുന്ന് കണ്ടിന്യൂ എന്ന് പറയുന്ന ബട്ടൺ അടിച്ചാൽ നമ്മളിവിടെ എത്തും. ഇവിടെ നമ്മൾ നമ്മളുടെ ഫോൺ നമ്പർ കൊടുക്കേണ്ടതുണ്ട്. നമ്മളുടെ കൺട്രി ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ചൂസ് ചെയ്യാം. അതിനുശേഷം നിങ്ങളുടെ ഫോൺ നമ്പർ ഇവിടെ എൻ്റർ ചെയ്തതിന് ശേഷം ഈ ക്യാപ്ചയും സെക്യൂരിറ്റി ചെക്കും അടിച്ചതിന് ശേഷം ഈ പറഞ്ഞിരിക്കുന്ന സെൻഡ് SMS എന്ന് പറയുന്ന ബട്ടൺ പ്രസ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന നമ്മുടെ ഫോണിൻ്റെ അകത്തേക്ക് നമ്മൾ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറിലേക്ക് ഒരു SMS വരും. ആ SMSൻ്റെ അകത്തിരിക്കുന്ന കോഡ് ഇവിടെ പറഞ്ഞു കൊടുക്കണം. ഈ കോഡായിരിക്കില്ല. നിങ്ങളുടെ ഫോണിൽ എന്താണോ വന്നിരിക്കുന്നത് ആ കോഡൊന്ന് ഇവിടെ അടിക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന എന്ത് ടൈപ്പ് ഓഫ് അക്കൗണ്ട് ആണ് അല്ലെങ്കിൽ എന്ത് ബില്ലിംഗ് പ്ലാൻ ആണ് എന്നുള്ളതൊന്നും നമ്മളിവിടെ പറഞ്ഞു കൊടുക്കണം. ബേസിക് സപ്പോർട്ട്, വെരിഫൈ എന്ന് പറയുന്ന സപ്പോർട്ടൊന്നും ആവശ്യമില്ല. നമ്മൾ ഫ്രീ ആയിട്ട് അടിക്കുന്ന അക്കൗണ്ടാണ് യൂസ് ചെയ്യുന്നതെന്ന് പറയണം. ഇതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കംപ്ലീറ്റ് സൈൻ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ ടയർ ആയിട്ടിരിക്കുന്ന ഒരു AWS അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിയും. ഓക്കെ, കൺഗ്രാജുലേഷൻസ് എന്ന് പറയുന്നൊരു പ്രോപ്പറായിട്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരും. അപ്പം AWSൻ്റെ അകത്തിരിക്കുന്ന റിസോഴ്സുകൾ അല്ലെങ്കിൽ സർവീസുകളെല്ലാം മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് AWS പ്രൊവൈഡ് ചെയ്യുന്ന പോർട്ടലിനെയാണ് AWS മാനേജ്മെൻറ്റ് കൺസോൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ AWS അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ലോഗിൻ ചെയ്യുക എന്ന് പറയുന്നതായിരിക്കും നമ്മളുടെ അടുത്ത പടി. ഇതാണ് AWSൻ്റെ ഡാഷ്ബോർഡ്. മാനേജ്മെൻറ്റ് കൺസോളിലിരിക്കുന്ന ഡാഷ്ബോർഡ് എന്ന് പറയുന്നത് ഇതാണ്. ഇവിടെ നമ്മൾ സർവീസസ് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നല്ലോ അല്ലേ, AWSൻ്റെ അകത്തിരിക്കുന്ന ഫീച്ചേഴ്സിനെ ഡിഫറെൻറ്റ് സർവീസസ് ആയിട്ടാണ് അവൻ ആക്കിയിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ നമുക്ക് സർവീസസ് എല്ലാം കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു മെനു ആണിത്. ഇതിൻ്റെ അകത്ത് നമുക്ക് ഏത് സർവീസ് ആണോ വേണ്ടത് ആ സർവീസ് നമുക്ക് ചൂസ് ചെയ്യാം. ഡാറ്റാബേസ് ആണെങ്കിൽ ഡാറ്റാബേസ്, കമ്പ്യൂട്ടിംഗ് ആണെങ്കിൽ കമ്പ്യൂട്ടിംഗ്, EC2 പോലുള്ള കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്ന സാധനങ്ങൾ യൂസ് ചെയ്യാം. ഇവിടെ നമുക്ക് റീസെൻ്റ് ആയിട്ട് വിസിറ്റ് ചെയ്തിരിക്കുന്ന സാധനങ്ങൾ കാണാം. ഓൾറെഡി ഇവിടെയും നമുക്ക് റീസെൻ്റ്ലി നമ്മൾ ഏതെങ്കിലും ഒരു സർവീസ് വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിവിടെ കാണാൻ പറ്റും. പിന്നെ നമ്മളെ ഇപ്പോഴിരിക്കുന്ന ഈ മന്ത്ലിയാണ് AWSൻ്റെ കോസ്റ്റിംഗ് വരുന്നത്, ബില്ലിംഗ് വരുന്നത്. അപ്പോൾ നമ്മൾ മന്ത്ലി എത്രത്തോളം ബില്ല് നമ്മുടെ ഈ കറൻറ്റ് മന്തിലായിട്ടുണ്ട്, പ്രീവിയസ് മന്തിലിരിക്കുന്ന ബില്ല് എത്രയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കമ്പാരിസൺ സാധനം ഇവിടെ വരും. ഇവിടെ നമ്മളിപ്പം ഒന്നും അവൈലബിൾ അല്ലാത്തത് കൊണ്ടാണ് ഇവിടെ ഒന്നും കാണിക്കാത്തത്. ഓക്കെ. പിന്നെ ഇവിടെ നിങ്ങളുടെ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെയുണ്ട്. ഒക്കെ എന്തെങ്കിലുമൊക്കെ മാറ്റണമെന്നുണ്ടെങ്കിൽ ഇവിടെ മാറ്റാം. പിന്നെ ഇത് റീജിയൻ സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെയുണ്ട്. റീജിയൻ എന്താണ് അല്ലെങ്കിൽ അവൈലബിലിറ്റി സോൺ എന്താണ് എന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. ഇതൊക്കെയാണ് AWSൻ്റെ മെയിനായിട്ട് ഇരിക്കുന്ന സാധനം. അപ്പം നമ്മളൊരു സക്സസ്ഫുള്ളി നമ്മളൊരു AWSൻ്റെ ഫ്രീ ടയർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു നമുക്ക് 2 ടൈപ്പ് ഓഫ് യൂസേഴ്സ് ഉണ്ട്. റൂട്ട് യൂസറും IAM യൂസേഴ്സും. നമ്മളിപ്പം ഈ ലോഗിൻ ചെയ്തിരിക്കുന്നത് നമ്മൾ റൂട്ട് യൂസർ വെച്ചിട്ടാണ്. നോർമലി AWS റെക്കമെൻഡ് ചെയ്യുന്നത് റൂട്ട് യൂസർ വെച്ചിട്ട് നിങ്ങളുടെ യാതൊരു വിധത്തിലിരിക്കുന്ന ഡേ ബൈ ഡേ ആക്ടിവിറ്റീസും ചെയ്യരുത് എന്നുള്ളതാണ്. അപ്പോൾ നമുക്കൊരു IAM യൂസർ കൂടി ക്രിയേറ്റ് ചെയ്യണം.
IAM യൂസർ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ IAM എന്ന് പറയുന്ന സർവീസ് എടുക്കണം. ഇവിടെ സർവീസിന്റെ പേര് അടിച്ചു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ അവൈലബിൾ ആയിട്ടിരിക്കുന്ന സർവീസുകളെല്ലാം കിട്ടും. അപ്പോൾ നമ്മൾ IAM ചൂസ് ചെയ്യുന്നു. ഏതൊരു സർവീസ് നമ്മൾ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും ആ സർവീസിന് ഒരു ഡാഷ്ബോർഡ് കാണും. ഇതേപോലുള്ള ഒരു ഡാഷ്ബോർഡ് കാണും. IAM എന്ന് പറയുന്ന സർവീസ് അതിന്റെ ഡാഷ്ബോർഡാണ് നമ്മൾ ഈ കണ്ടിരിക്കുന്നത്. IAM എന്ന് പറയുന്ന സർവീസിനെ പറ്റി നമുക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. ഇപ്പം നമുക്ക് തൽക്കാലം ഒരു IAM യൂസർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം ഇവിടെ യൂസേഴ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് ക്രിയേറ്റ് യൂസർ എന്ന് പറയുന്ന ഒരു ബട്ടൺ. അതായത് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു IAM യൂസർ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ. നമ്മൾ ക്രിയേറ്റ് യൂസർ എന്ന് പറയുന്നത് അടിക്കുന്നു. എന്നിട്ട് നമുക്ക് നമ്മളുടെ IAM യൂസറിന്റെ പേരെന്താണോ അത് കൊടുക്കുക. മാനേജ്മെന്റ് ആക്സസ് അതായത് നമ്മളിതിപ്പോൾ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പ്രിവിലേജ് ഇരിക്കുന്ന ഒട്ടുമുക്ക കാര്യങ്ങളും ചെയ്യാൻ കഴിവുള്ള അല്ലെങ്കിൽ പെർമിഷനുള്ള ഒരു യൂസറിനെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ AWS മാനേജ്മെന്റ് കൺസോൾ വേണോ, അതിൻ്റെ അകത്തേക്ക് ആക്സസ് വേണോ എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഐ വാണ്ട് ടു ക്രിയേറ്റ് ആൻ IAM യൂസർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം. എന്നിട്ട് നമുക്കൊരു കസ്റ്റം പാസ്വേഡ് ഇവിടെ കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിപ്പം സാധാരണ ഈ ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യൂസർ IAM യൂസർ എന്ന് പറയുന്നത് അതായത് റൂട്ട് യൂസറോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു IAM യൂസർ ആയിരിക്കും ഒരു ഓർഗനൈസേഷൻ്റെ അകത്തിരിക്കുന്ന IAM യൂസേഴ്സിനെ എല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പം അയാൾ അല്ലെങ്കിൽ ആ വ്യക്തി ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു പാസ്വേഡ്, ഒരു ഡമ്മി പാസ്വേഡ്, ഒരു ടെമ്പററി പാസ്വേഡ് ആയിരിക്കും കൊടുക്കുന്നത്. അപ്പം ഇത് യൂസ് ചെയ്യാൻ പോകുന്നത് വേറൊരു പേഴ്സൺ ആയിരിക്കും അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പേഴ്സൺ ഫസ്റ്റ് തന്നെ ലോഗിൻ ചെയ്യുന്ന സമയത്ത് ഈ പുതിയൊരു പാസ്വേഡ് പുള്ളി തന്നെ സെറ്റ് ചെയ്യണം. കാരണം ഇത് വേറൊരു പേഴ്സൻ്റെ അക്കൗണ്ടാണ്. അപ്പം ആ പേഴ്സൻ്റെ അക്കൗണ്ടിൻ്റെ അകത്തേക്ക് ഇരിക്കുന്നത് പാസ്വേഡ് വേറൊരു യൂസർ സെറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് അല്ലേ. ഓരോരോ യൂസേഴ്സും അയാളുടെ പാസ്വേഡ് സെറ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്തം അയാളുടെ തന്നെയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. നമുക്ക് തൽക്കാലം അത് വേണ്ട എന്ന് വെക്കാം. നെക്സ്റ്റ് അടിക്കുന്നു. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഓൾറെഡി നേരത്തെ പഠിച്ചിരുന്നല്ലോ അല്ലേ. ഓരോരോ IAM യൂസേഴ്സിനും നമ്മൾ പെർമിഷൻ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമുണ്ട്. അപ്പം ആ പെർമിഷനാണ് നമ്മളിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഗ്രൂപ്പിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യാം. IAMൻ്റെ അകത്തിരിക്കുന്ന പെർമിഷൻ ഗ്രൂപ്പുകൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് പഠിക്കാം. ഇപ്പം നമ്മൾ തൽക്കാലം അറ്റാച്ച് പോളിസീസ് ഡയറക്റ്റ്ലി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൊടുക്കുന്നു. അതായത് നമ്മൾ തന്നെ പോളിസി ഇവിടെ ഡയറക്റ്റ് ആയിട്ട് ചൂസ് ചെയ്ത് കൊടുക്കുന്നു എന്ന് പറയുന്നു. അപ്പം ഇവിടെ കാണിച്ചിരിക്കുന്നത് ഓൾറെഡി AWS നമുക്ക് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് പോളിസീസ് ബൈ ഡിഫോൾട്ട് തരുന്നുണ്ട്. AWS തന്നെ എഴുതിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലിരിക്കുന്ന കുറച്ച് പോളിസീസ് എല്ലാം AWS തന്നെ തരുന്നുണ്ട്. അങ്ങനെയുള്ള ഡിഫോൾട്ടായിട്ട് വരുന്ന ഒരു പോളിസിക്കകത്ത് നിന്ന് നമുക്ക് തൽക്കാലം ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ആക്സസ്, അതായത് ഓൾമോസ്റ്റ് ഫുൾ ആക്സസ് ഇരിക്കുന്ന റൂട്ട് യൂസറിൻ്റെ പോലെയല്ല, അത് അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യുക അങ്ങനെയുള്ള പെർമിഷൻ ഒന്നുമില്ല. പക്ഷേ ഇതിൻ്റെ അകത്തിരിക്കുന്ന എല്ലാ സർവീസസും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പെർമിഷനാണ് ഈ അഡ്മിനിസ്ട്രേറ്റീവ് ആക്സസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്തിരിക്കുന്ന പല പോളിസീസിനെയും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പരിചയപ്പെടാം. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഒരു തുടക്കം എന്നുള്ള രീതിയിൽ നമ്മളൊരു IAM യൂസറെ ക്രിയേറ്റ് ചെയ്യാണ്. അതിന് നിങ്ങൾക്ക് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ആക്സസ് എന്ന് പറയുന്ന കാര്യം തന്നെ കൊടുക്കാം. അതായത് ഫുൾ അഡ്മിൻ പ്രിവിലേജ് ഇരിക്കുന്ന ഒരു യൂസർ. വേറെയും കുറേ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ക്രിയേറ്റ് പോളിസി അല്ലെങ്കിൽ നമ്മളുടേതായിട്ടുള്ള ഇതിൻ്റെ ഇൻലൈൻ പോളിസി എല്ലാം ക്രിയേറ്റ് ചെയ്യാം. നമുക്കത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു പോകാം. ഇപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരു യൂസറെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമ്മളുടെ ഇവിടെ ഉദ്ദേശം. പെർമിഷൻ ബൗണ്ടറി ഒന്നും നമ്മളിപ്പോൾ തൽക്കാലം നോക്കുന്നില്ല. നമുക്കത് ഡീറ്റെയിൽഡ് ആയിട്ട് നേരത്തെ പോകാം. ഇപ്പോൾ ഇഗ്നോർ ചെയ്തിട്ട് നമ്മളിത് ക്രിയേറ്റ് യൂസർ എന്ന് പറയുന്നത് റിവ്യൂ ചെയ്യുന്നു. നിങ്ങൾ നേരത്തെ കൊടുത്ത ഡീറ്റെയിൽസ് എല്ലാം യൂസർ നെയിം, പാസ്വേഡ്, ഇതെല്ലാം പാസ്വേഡ് ഓർത്ത് വെക്കേണ്ട കാര്യമുണ്ട്. കാരണം നമ്മളിപ്പം ഇനിയിപ്പം നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന യൂസറെ വെച്ചിട്ടായിരിക്കും നമ്മൾ ലോഗിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ക്രിയേറ്റ് യൂസർ എന്ന് പറയുന്നു. നമ്മൾ നമ്മളുടെ മെയിൻ യൂസേഴ്സിൻ്റെ ഡാഷ്ബോർഡിൻ്റെ അകത്തേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും നമ്മളിവിടെ പുതിയതായിട്ടൊരു IAM യൂസറെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. ഓക്കെ, ഇനി നമുക്ക് IAM യൂസർ വെച്ചിട്ട് എങ്ങനെ നമുക്ക് ലോഗിൻ ചെയ്യാം എന്നുള്ളൊരു കാര്യം നോക്കാം. അതിന് നിങ്ങൾ ഒരു കാര്യം IAM യൂസർ വെച്ചിട്ട് ലോഗിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരു കാര്യം എടുത്തു വെക്കണം. ഏതൊരു അക്കൗണ്ടിനും
AWS ഒരു അക്കൗണ്ട് ഐഡി അസൈൻ ചെയ്ത് കൊടുക്കും. ഇതേപോലെയുള്ള ഒരു അക്കൗണ്ട് ഐഡി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ നമ്മളുടെ പേര് കാണിക്കുന്നുണ്ടാവും. ആ ഒരു ഡ്രോപ്പ് ചെയ്യാം. ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ടിൻ്റെ ഐഡി എന്താണോ എന്നുള്ളത് ഇവിടെ ഉണ്ടാവും. ഒരു നമ്പർ ആയിരിക്കും. അപ്പം അതൊന്ന് കോപ്പി ചെയ്ത് വെക്കണം. കാരണം നമ്മൾ IAM യൂസർ ആയിട്ട് ലോഗിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ അക്കൗണ്ട് ഐഡി വേണം. ഓക്കെ. അതൊന്ന് കോപ്പി ചെയ്ത് അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് എഴുതി വെക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്തിരുന്നാൽ മതി. എന്നിട്ട് നമ്മൾ നമ്മളുടെ മെയിൻ അക്കൗണ്ടിനെ നമ്മളിവിടെ സൈൻ ഔട്ട് ചെയ്യുന്നു. ഇവിടെ എത്തുന്നു. ഇത് നമ്മളുടെ AWSന്റെ സൈൻ ഇൻ പേജാണ്. നമ്മൾ ഒരു വട്ടം കൂടി സൈൻ ഇൻ ചെയ്യാൻ പോകുന്നു. സൈൻ ഇൻ ചെയ്യാൻ പോകുന്ന സമയത്ത് ഇതാണ് AWSന്റെ സൈൻ ഇൻ പേജ്. നമുക്ക് 2 രീതിയിൽ നമുക്ക് സൈൻ ഇൻ ചെയ്യാം. ഒന്നെന്ന് പറയുന്നത് റൂട്ട് യൂസറായിട്ടും നമുക്ക് സൈൻ ഇൻ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് IAM യൂസറായിട്ടും സൈൻ ഇൻ ചെയ്യാം. റൂട്ട് യൂസറായിട്ട് സൈൻ ഇൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളിവിടെ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഇമെയിൽ ID കൊടുത്ത് റൂട്ട് യൂസറിൻ്റെ പാസ്വേഡ് എന്താണോ അതടിച്ചിട്ട് കയറുകയായിരിക്കും ചെയ്യേണ്ടത്. IAM യൂസറായിട്ടാണ് നമ്മൾ കൊടുക്കേണ്ടതെങ്കിൽ നമ്മൾ അക്കൗണ്ട് ID നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത് വെച്ച അക്കൗണ്ട് ID ഉണ്ടല്ലോ, ആ അക്കൗണ്ട് ID ഇവിടെ കൊടുക്കുക. എന്നിട്ട് നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ് അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിവിടെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ IAMന്റെ യൂസർ നെയിമും കൊടുക്കണം, പാസ്വേഡും കൊടുക്കണം. എന്നിട്ട് സൈൻ ഇൻ ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത IAM യൂസർ നെയിം, അതിന് പ്രത്യേകിച്ച് ഇമെയിൽ ID ഒന്നുമല്ല, ജസ്റ്റ് ഒരു നെയിം മാത്രമായിരിക്കും. റൂട്ട് യൂസറിന് മാത്രമേ നമ്മളെ ഇമെയിൽ ID വെച്ചിട്ടൊക്കെ ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യമുള്ളൂ. ഇതിന് ഇമെയിൽ ID ഒന്നും വേണ്ട. ജസ്റ്റ് നമ്മൾ അവിടെ കൊടുത്തിരിക്കുന്ന ആ പേര് അതേപടി ആയിരിക്കും നമ്മളുടെ IAM യൂസറിൻ്റെ പേര്. അപ്പം നമ്മളിവിടെ ഇത് ഓൾറെഡി നമ്മൾ നേരത്തെ കൊടുത്തതാണ്. അക്കൗണ്ട് ID ആണ്. ഒരു 12 ഡിജിറ്റ് അക്കൗണ്ട് ID ആണ്. നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന IAM യൂസറിന് നമ്മൾ നേരത്തെ ഒരു പാസ്വേഡ് കൊടുത്തിരുന്നല്ലോ അല്ലേ? ആ പാസ്വേഡാണ് ഇവിടെ കൊടുക്കേണ്ടത്. റൂട്ട് യൂസറിൻ്റെ അല്ലേ, IAM യൂസറിൻ്റെ പാസ്വേഡ്. എന്നിട്ട് നമ്മൾ സൈൻ ഇൻ ചെയ്യുന്നു. ഓക്കെ. നമ്മൾ പ്രോപ്പറായിട്ട് സൈൻഡ് ആയി. ഇപ്പം നമ്മൾ സൈൻ ഇൻ ചെയ്തിരിക്കുന്നത് റൂട്ട് യൂസറെ വെച്ചിട്ടല്ല. ഇപ്പം നമ്മൾ ചെയ്തിരിക്കുന്നത് ഒരു IAM യൂസർ വെച്ചിട്ടാണ്. അപ്പം നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ IAM യൂസറിൻ്റെ പേരെന്താണോ അതിവിടെ കാണിക്കാൻ പറ്റും. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഈ പർട്ടിക്കുലർ IAM യൂസർ വെച്ചിട്ടാണ് ഇത് ലോഗിൻ ചെയ്തിരിക്കുന്നത്. ബാക്കിയെല്ലാം റൂട്ട് യൂസറിനെ പോലെ ഇരിക്കുന്നുണ്ടാവും. പക്ഷെങ്കിൽ എന്തൊക്കെയാണോ പെർമിഷൻ ഇവന് സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചില സർവീസസ് യൂസ് ചെയ്യാൻ പറ്റില്ല, ചില റിസോഴ്സസിനെ യൂസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള പെർമിഷൻസ് പോളിസിക്ക് അനുസരിച്ചിട്ട് പെർമിഷൻ്റെ അകത്ത് ഡിഫറൻസ് എല്ലാം ഉണ്ടാവും. അപ്പോൾ അത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് IAMൻ്റെ അകത്ത് IAM ഡീപ്പായിട്ട് പഠിക്കുന്ന സമയത്ത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ചെക്ക് ചെയ്യാം. ഓക്കെ. അടുത്ത ചാപ്റ്ററിൽ നമ്മൾ IAM ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനാണ് പോകുന്നത്. ഓക്കെ. അടുത്ത ചാപ്റ്ററിലല്ല, അടുത്ത ചാപ്റ്റർ നമ്മൾ റീജിയൻ ആൻഡ് അവൈലബിലിറ്റി സോൺ എന്താണ് എന്നുള്ളത് ഫെമിലിയറൈസ് ആവും. അത് കഴിഞ്ഞിട്ട് നമ്മൾ 2-3 ചാപ്റ്റേഴ്സ് നമ്മൾ IAMനെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുകയായിരിക്കും ചെയ്യുന്നത്. അപ്പം IAMനെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്ന സമയത്ത് IAM പോളിസി എന്ന് പറയുന്നൊരു കാര്യം പഠിക്കാനുണ്ട്. ഓക്കെ. അപ്പം IAM പോളിസി പഠിക്കുമ്പോൾ എനിക്ക് നോർമലി വരുന്നൊരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് ഇരിക്കുന്ന കുറച്ച് ടെർമിനോളജീസ് ഉണ്ട്. IAM പോളിസി ഓൾറെഡി കുറച്ചൊരു ഡിഫിക്കൽട്ടാണ്. അതായത് തുടക്കത്തിൽ കുറച്ചൊരു ഡിഫിക്കൽട്ടായി തോന്നും. അത് പല പല കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യാൻ ഈ ട്യൂട്ടോറിയലാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഇതൊന്ന് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് എഴുതി വെച്ചിട്ട് IAMൻ്റെ പോളിസി സ്ട്രക്ചർ ഇങ്ങനെയാണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഫെമിലിയർ ആയിരുന്നാൽ നമുക്ക് IAM ഡീപ്പായിട്ട് പഠിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഒന്ന് എഴുതി വെച്ചിരുന്നാൽ മതി. IAM പോളിസിക്കകത്ത് കുറച്ച് ആക്ടേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ കുറച്ച് ടേംസ് ഉണ്ട്. ആ ടേംസ് ആണ് ഈ പ്രിൻസിപ്പൽ, ആക്ഷൻ, റിസോഴ്സ്, കണ്ടീഷൻ എന്നൊക്കെ പറഞ്ഞ് വരുന്നത്. ആ പ്രിൻസിപ്പൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോളിസി ആർക്കാണോ ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത് അയാളെയാണ് ഞാൻ പ്രിൻസിപ്പൽ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം ഓരോരോ ഇൻഡിവിജ്വൽസിനെയും അല്ലെങ്കിൽ യൂസേഴ്സിനെയും അങ്ങനെ ഇരിക്കുന്ന കാര്യങ്ങളെല്ലാം യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് AWSന് ഒരു മെക്കാനിസം ഉണ്ട്. ഇതേപോലുള്ളൊരു മെക്കാനിസം ആയിരിക്കും ARN പോലുള്ളൊരു കാര്യങ്ങളാണ്. അപ്പം അതായിരിക്കും ഇവിടെ പറഞ്ഞു കൊടുക്കേണ്ടത്. പ്രിൻസിപ്പൽ ആർക്കാണോ ഈ പറഞ്ഞിരിക്കുന്ന പോളിസി അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന പോളിസി
യൂസ് ചെയ്തിട്ട് എന്ത് ആക്ഷൻ ചെയ്യുക അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, അലോ, ഡെനി എന്ന് പറഞ്ഞിട്ട് 2 രീതിയിൽ നമുക്ക് പോളിസി ഉണ്ടാക്കാമെന്നത്. അപ്പം ഏതൊക്കെ ആക്ഷൻ അലൗഡ് ആണ് അല്ലെങ്കിൽ ഏതൊക്കെ ആക്ഷൻ ഡെനീഡ് ആണ് എന്നായിരിക്കണം നമ്മളിവിടെ പറഞ്ഞു കൊടുക്കേണ്ടത്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു. സർവീസ് ആണ് ഒരു പർട്ടിക്കുലർ റിസോഴ്സിൻ്റെ അകത്ത് ചെയ്യാൻ പറ്റുന്ന ഓപ്പറേഷൻസ് ഡിഫൈൻ ചെയ്യുന്നത്. ഇതിപ്പം ഈ പറഞ്ഞിരിക്കുന്ന എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ S3 എന്ന് പറയുന്ന ഒരു സർവീസ് AWSൻ്റെ അകത്തുണ്ട്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അത് ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ആക്ഷനാണ് ഗെറ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഇത് ഈ ഒരു ഫോമിലായിരിക്കും എല്ലാ ആക്ഷൻസും പറയുന്നത്. ഒരു സർവീസ് നെയിം ഉണ്ടാവും, ഒരു കോളം വെക്കും, എന്നിട്ട് ആ സർവീസ് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു പർട്ടിക്കുലർ ആക്ഷൻ ആയിരിക്കും. അപ്പം ഇതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോളിസി ഡിഫൈൻ ചെയ്യാൻ പോകുന്ന ആക്ഷൻ അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഓപ്പറേഷൻ അലൗഡ് ആണ്, ഡെനീഡ് ആണ് എന്നാണ് ഈ പോളിസി ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത് എന്നാണ് ഇതിൻ്റെ മീനിങ്. അടുത്തത് റിസോഴ്സ് എന്ന് പറയുന്നതാണ്. ഏത് പർട്ടിക്കുലർ നമ്മൾ റിസോഴ്സ് ഓൾറെഡി പഠിച്ചല്ലോ അല്ലേ, സർവീസ് റിസോഴ്സ് എന്ന് പറയുന്ന കാര്യം, അതിൻ്റെ അകത്തിരിക്കുന്ന സെയിം റിസോഴ്സ് ആണിത്. അപ്പം ഏത് റിസോഴ്സിലാണ് ഈ പർട്ടിക്കുലർ പോളിസി ആക്ട് ചെയ്യാൻ പോകുന്നത് എന്നാണ് നമ്മളിവിടെ പറഞ്ഞു കൊടുക്കേണ്ടത്. കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കണ്ടീഷൻ ഉണ്ടോ എന്നുള്ളതിന് ആയിരിക്കണം ഇവിടെ പറഞ്ഞു കൊടുക്കേണ്ടത്. ഡിഫറെൻറ്റ് കണ്ടീഷൻസ് നമുക്കിവിടെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. റീജിയൻ, ഇന്ന റീജിയനിൽ മാത്രം ഉണ്ടെങ്കിൽ മാത്രം എന്നൊക്കെ പറഞ്ഞിട്ട് പല പല കണ്ടീഷൻസ് നമുക്ക് പഠിക്കാം. നമുക്കത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം എന്തൊക്കെയാണ് എന്നുള്ളത്. പക്ഷേ ജസ്റ്റ് ഒന്ന് ഇതൊക്കെയാണ് സ്ട്രക്ചർ എന്ന് ആദ്യമേ ഒന്ന് ഫെമിലിയർ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ IAM പോളിസി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്ന സമയത്ത് കുറച്ചും കൂടി എളുപ്പമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ചാപ്റ്റർ ഇവിടെ കൺക്ലൂഡ് ചെയ്യാം. നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിൽ റീജിയൻ ആൻഡ് അവൈലബിലിറ്റി സോൺ എന്താണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. സീ ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ.